അഹങ്കാരമാണോ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ പതനമുണ്ടാക്കുന്നത് എന്ന് നമ്മളെ കാട്ടിത്തരുന്ന ഒരു മഹായോഗി കേരളത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആരാന്നറിയോ? പറയിവെറ്റ പന്തിരുകുലത്തിൽ നമ്മൾ ഭ്രാന്ത എന്ന് വിളിക്കുന്ന, മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ശരിക്കും ഭ്രാന്ത് നമുക്കാണോ എന്ന് നമ്മൾ ചില കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നാറാണത്ത് ഭ്രാന്തൻ എന്ന് വിളിക്കുന്നൊരു കഥാപാത്രം ഉണ്ട് അല്ലേ? പറയിവെറ്റ പന്തിരുകുലത്തിൽ ഈ നാറാണത്ത് ഭ്രാന്തൻ സാക്ഷാൽ ഭഗവതിയെ നേരിട്ട് ദർശിച്ചിട്ടുള്ള ആളാണ് അല്ലേ? തൃശ്ശൂർ നമ്മൾ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഭഗവതിയെ ദർശിച്ച ആ കല്ലുരുട്ടി കയറ്റിയ മലയും അതിന് മുകളിൽ ഭഗവതി ദർശനം ലഭിച്ചതിൻ്റെ സ്ഥാനവും ഒക്കെ തന്നെ ഇപ്പോഴും നമുക്ക് ദർശിക്കാൻ പറ്റും. അപ്പം നേരിട്ട് ഭഗവതിയെ ദർശിച്ച ഒരാൾ എന്തായാലും ഭ്രാന്തനായിരിക്കില്ലല്ലോ. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ അത്ഭുതകരമായ ചില പ്രവൃത്തികൾ, അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ട് നമ്മളെന്ത് പറഞ്ഞു? അദ്ദേഹത്തിനെ നമ്മളിൽ നിന്ന് വേർപെടുത്തി വേറൊരാളായി അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത്. ഈ അപവാദങ്ങൾ എപ്പോഴും വരുന്നത് എപ്പോഴാണ്? യാഥാർത്ഥ്യത്തിനെ കൃത്യമായി രണ്ട് തരത്തിൽ വരും. തെറ്റ് ചെയ്യുന്നാലും അപവാദം വരും. ഇനി ചില അപവാദം യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടാതിരുന്നാൽ നമ്മൾ തെറ്റായി ധരിച്ചാൽ നമ്മൾ അതും എന്താക്കും? അപവാദമാക്കി മാറ്റും അല്ലേ? അത് ഭഗവത് കാര്യങ്ങളിൽ പോലും ഉണ്ട്, ശ്രീകൃഷ്ണൻ്റെ കാര്യത്തിൽ പോലും ഉണ്ട്. കൃഷ്ണനെ പോലും നമ്മൾ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ വെണ്ണ കട്ട കള്ള എന്നൊക്കെ വിളിക്കുന്നുണ്ട് അല്ലേ? എന്നിട്ട് നമ്മൾ തന്നെ പറയാം കട്ടുകൊണ്ട് പോയി, കളവ് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുളിക്കാൻ പോയൊരു ചേല എടുത്തുകൊണ്ട് പോയതൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെയൊന്നും ആ തത്വം എന്താണ്, എന്തർത്ഥത്തിലാണ് വ്യാസൻ ഇപ്രകാരം അവിടെ ശ്രേഷ്ഠമായ ഭാഗവതത്തിൽ ഭഗവാനെ മോശക്കാരനാക്കാൻ എന്തായാലും ആരാഗ്രഹിക്കില്ല? വ്യാസൻ ആഗ്രഹിക്കില്ല. മോശമായിട്ടുള്ള കഥയായിരുന്നെങ്കിൽ വ്യാസൻ അതങ്ങ് ഒഴിവാക്കിയാൽ പോരായിരുന്നോ? കൃഷ്ണൻ്റെ എല്ലാ കഥകളും ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ സെലക്ട് ചെയ്ത് പറഞ്ഞതിനകത്ത് ഈ കഥകൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? മോശമല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന നിലയിലുള്ള ബോധം നമ്മളിൽ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് നമുക്കതെന്താക്കി തോന്നി? മനസ്സിലായില്ലേ? അതൊരു തെറ്റായി തോന്നി. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു? അപവാദമാക്കി പറഞ്ഞു. ഇങ്ങനെയുള്ള അപവാദം ഉണ്ടാക്കി. ഇവിടെയും ഈ പറയുന്ന ഇവിടെ നാറാണത്ത് ഭ്രാന്തൻ്റെയും കർമ്മത്തെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ചില കർമ്മം കൊണ്ട് എന്ത് ചെയ്തു? ഭ്രാന്താന്ന് വിളിച്ചു. അതിലൊരു വലിയ നാറാണത്ത് ഭ്രാന്ത് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു പ്രധാനപ്പെട്ട കഥ എന്താ? കല്ലുരുട്ടി കയറ്റുക എന്നുള്ളതാണ് അല്ലേ? എല്ലാ ദിവസവും രാവിലെ സൂര്യോദയം ആവുമ്പോൾ രാവിലെ ഒരു ജോലി ചെയ്യാൻ വരും. കൃത്യമായി ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ്. മനസ്സിലായി? ഒരു മുടക്കവും ഇല്ലാതെ വരും. എന്താ? വലിയ കല്ല് ഉരുട്ടി നേരെ ഈ രാരിമലയുടെ ഏറ്റവും മുകളിലേക്ക് കല്ല് കയറ്റിക്കൊണ്ടുപോകും. ഈ മലയുടെ മുകളിൽ കല്ലുരുട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കൂടെ റോഡെന്നുള്ള നിരപ്പായ സ്ഥലത്തൂടെ ഒന്നുമല്ല ഈ കല്ലുരുട്ടിക്കൊണ്ട് കയറ്റുന്നത് കേട്ടോ. ആ മലയിൽ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു സൈഡിൽ കൂടെ പടികളൊക്കെ തീർത്ഥാടനത്തിന് വേണ്ടി കെട്ടി വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ കൂടെ. പക്ഷെ ആ സൈഡിൽ കൂടെ അല്ല യഥാർത്ഥത്തിൽ അദ്ദേഹം കല്ലുരുട്ടുന്നതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് പറയപ്പെടുന്ന നിളാനദിയുടെ കുറച്ച് തീരത്തോട് ചേർന്നിട്ടാണ്, ഭാരതപ്പുഴയുടെ കുറേ അടുത്തോട്ട് ചേർന്നിട്ടാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ അവിടെ ഇപ്പോഴും പരമ്പരാഗതമായിട്ട് അവിടെ കൃത്യമായിട്ട് തീർത്ഥാടനമൊക്കെ നടത്തുമ്പോൾ മാത്രം തുറന്ന ആൾക്കാർ പോകുന്ന, അല്ലാത്ത സമയത്ത് ഈ പടിയിലൂടെയാണ് പോകുന്നത്. തീർത്ഥാടനത്തിന് പോകുന്ന ഇപ്പുറത്തൊരു തെക്ക് ഭാഗത്തൊരു വഴിയുണ്ട്. ആ വഴിയുടെ ഭാഗത്തൂടെ ഈ കല്ലുരുട്ടിക്കൊണ്ട് കയറുന്നത്. ഈ കല്ലുരുട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ വലിയ വലിയ പാറക്കല്ലുകളുടെ മേളിലൂടെയാണ് ഇപ്പോഴും നടന്ന് കയറേണ്ടി വരുന്നത്. കാരണം നമ്മൾ പോലും കുഴഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെയൊക്കെ ഈ കല്ലുരുട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ തത്വമാണ്. അപ്പോൾ അത്രയും പ്രയാസപ്പെട്ട് കല്ല് രാവിലെ മുതൽ ഉരുട്ടി ഏറ്റവും മുകളിൽ കൊണ്ടുചെല്ലും. ഏറ്റവും മുകളിൽ കൊണ്ടുപോയതിന് ശേഷം നാറാണത്ത് ഭ്രാന്തൻ എന്താ ചെയ്യുന്നത്? അദ്ദേഹം അതിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കല്ല് ഏറ്റവും ഉച്ചയിലെത്തിക്കഴിഞ്ഞാൽ ആ കല്ല് മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് കാല് ഇങ്ങനെ ചവിട്ടി പിടിച്ച് ഇങ്ങനെ മേപ്പോട്ടൊരു നോട്ടമുണ്ട്. ചെറിയ കല്ലൊന്നുമല്ല, വലിയ പാറയാണ് ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. അത് കൊണ്ടു നിർത്തിയിട്ട് അതിലിങ്ങനെ ചവിട്ടിക്കൊണ്ട് മേപ്പോട്ടൊരു നോട്ടം നോക്കും. ആരെയാ നോക്കുന്നത് അറിയാവോ? സൂര്യനെയാണ്. സൂര്യനെ നോക്കിയിട്ട് പിന്നെ സൂര്യനോടൊരു സംഭാഷണമുണ്ട്. ഉച്ചയായോടാ സൂര്യ, ഇങ്ങനൊരു ചോദ്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഉച്ചയായോടാ സൂര്യ എന്ന് ചോദിക്കും. കാരണം ഉച്ചയായോ എന്ന് ചോദിക്കുന്നത് എന്താ? സൂര്യൻ ഉദിച്ച സമയം തൊട്ടാണല്ലോ ഈ ജോലി തുടങ്ങിയത് അല്ലേ? സൂര്യോദയം തൊട്ടാണ് ഈ ജോലി തുടങ്ങിയത്. സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉയർച്ചയിലെത്തുന്ന സമയം ഏതാ? സൂര്യോദയത്തിൽ തുടങ്ങി സൂര്യൻ നമ്മളെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തുന്ന സമയം ഏതാ? മധ്യാഹ്നമാണ്, ഉച്ച സമയമാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ശക്തമായി സൂര്യൻ അതിൻ്റെ ഏറ്റവും മൂർധാവിലെത്തുന്ന സമയം നമ്മൾ സങ്കല്പിക്കുന്നത് ഉച്ചയാണ്. അപ്പോൾ ഉച്ച എന്ന് പറയുന്ന അത്രയും ഉയരങ്ങളിലേക്ക് നീ എത്തിയോ? നിനക്ക് എത്താവുന്നതിൻ്റെ
ഏറ്റവും മുകളിൽ നീ എത്തിക്കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. ഉച്ചയായോടാ സൂര്യ. എന്നിട്ട് അടുത്തൊരു ചോദ്യമുണ്ട്, നിൻ്റെ ഉച്ചിയിലായോടാ സൂര്യ. ആ ചോദ്യത്തിലാണ് നമ്മൾ അന്വേഷണം തുടങ്ങേണ്ടത്. സൂര്യൻ ഉച്ചയായോടാ എന്ന് ചോദിച്ചാൽ ഏറ്റവും ഉയരത്തിൽ നീ എത്തിയോ. ഇനി അങ്ങനെ ഏറ്റവും മുകളിൽ എത്തി എന്നതിൽ അഹങ്കാരം നിന്നിൽ വന്നിട്ടുണ്ടോ എന്നാണ് അടുത്ത ചോദ്യത്തിൻ്റെ. മനസ്സിലായില്ലേ? നിൻ്റെ ഉച്ചിയിലായോ, എന്താ അഹങ്കാരത്തിലായോ നീ? ഞാനാണ് ഏറ്റവും മുകളിലെത്തിയതെന്ന്, ഞാനാണ് ഏറ്റവും ഉയരത്തിലെത്തി എന്നുള്ള അഹങ്കാരം നിന്നിലെത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിൻ്റെ നാശം ഇതാ തുടങ്ങുന്നു. ഇത് സൂര്യൻ്റെ നാശത്തെക്കുറിച്ചല്ല പറയണത്, സൂര്യനെ ഒരു ഉദാഹരണമാക്കിക്കൊണ്ട് നമ്മളോടാണിത് പറയുന്നത്. മനസ്സിലായില്ലേ? ആ അഹങ്കാരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ നാശം വളരെ വേഗത്തിലായിരിക്കും. ഏത് ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തപ്പെട്ടാലും ആ സ്ഥാനത്തെത്തി അഹങ്കാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് പിന്നെന്താവും? പിന്നെ നാശം തുടങ്ങും. ആ നാശം പിന്നെ നിർവചിക്കാനോ നിർണ്ണയിക്കാനോ പറ്റാത്ത തരത്തിലായിരിക്കും. അതുകൊണ്ട് എന്തു ചെയ്യും? ഉച്ചയിലായോടാ എന്ന് ചോദിക്കും, പൊട്ടിച്ചിരിക്കും, കല്ലുരുട്ടി അങ്ങ് നിലത്തേക്കിടും. ആ കല്ല് പലയിടത്ത് വീണ് ഇടിച്ച് പൊട്ടി തകർന്ന ഒരു പരുവമായി ഇല്ലേ, അതിങ്ങനെ താഴേക്ക് പതിക്കും. അത് നോക്കി കൈകൊട്ടിച്ചിരിക്കും. എന്താ കാരണം? ഓരോ മനുഷ്യനും അവൻ്റെ കർമ്മം ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് ജീവിതത്തിൽ ഏറ്റവും ഉയരത്തിലെത്തുമ്പോൾ അവന് എന്തുണ്ടാവരുത്? അഹങ്കാരമുണ്ടാവരുത്. സ്ഥിരതയുണ്ടാവണമെങ്കിൽ ആ സ്ഥാനത്ത് തന്നെ അത്രയും കാലത്ത് അധ്വാനത്തിൻ്റെ ഫലം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അവനിൽ അഹങ്കാരം ലവലേശം ഉണ്ടാവരുത്. നേരെ മറിച്ച് അഹങ്കാരമാണ് വന്നു ചേരുന്നതെങ്കിൽ അവൻ്റെ നാശം സ്വാഭാവികമാണ്, പ്രകൃതി നിയമമാണ്. ആ നാശം വന്നു ചേരുക തന്നെ ചെയ്യും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അസുരന്മാരുടെ എല്ലാ അവസ്ഥയും അതല്ലേ കാണുന്നത്. അസുരന്മാരെല്ലാം ഭഗവാനിൽ നിന്ന് വരം നേടി, അസുരന്മാരൊക്കെ പലതും നേടിയെടുത്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? എല്ലാത്തിനെയും മറന്നുകൊണ്ടുള്ള അഹങ്കാരത്തിലെത്തി അല്ലേ? ശംഖുചൂടൻ്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. സാക്ഷാൽ മഹാദേവൻ തന്നെ വന്നിട്ട് പറഞ്ഞു, ശംഖുചൂട, നീ ദേവന്മാരിൽ നിന്ന് നേടിയതൊക്കെ തിരിച്ചു കൊടുക്ക്, എന്നിട്ട് നീ പൊയ്ക്കോ, നിന്നോട് ഞാൻ യുദ്ധം പോലും ചെയ്യുന്നില്ല, നിന്നെ വധിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കേട്ടോ, മനസ്സിലാവുന്നുണ്ടോ? അത് കാര്യം നേടാൻ വേണ്ടി ആശ്രയിച്ച ദേവന്മാർ വരം കൊടുത്ത് അതിൻ്റെ പേരിൽ പോലും നേടിയെടുത്ത സ്ഥാനത്തെത്തുമ്പോൾ ആ ദേവന്മാരെ പോലും ധിക്കരിക്കുന്നവരായ ആര് മാറും? അസുരന്മാർ മാറും. ഈ അഹങ്കാരം നാശത്തിന് ഹേതുവാവും. അതുകൊണ്ടാണ് ഇവിടെ യമ നിയമത്തിൻ്റെ ഏറ്റവും ഒടുവിൽ വളരെ കൃത്യമായി ഭഗവതി പറയുന്നു, എന്തു വേണം? നമ്മളെല്ലാവരും എല്ലാ കർമ്മങ്ങളും എന്തു ചെയ്യണം? ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുക. മനസ്സിലായില്ലേ? ഈശ്വരാർപ്പണമായി ചെയ്യുക. ഈശ്വരൻ്റെ കടാക്ഷം കൊണ്ട് വന്നു എന്ന സങ്കല്പത്തോട് ചെയ്താൽ ഈ കിട്ടിയ സ്ഥാനത്തിൻ്റെ ആനന്ദം അനുഭവിക്കുകയും ചെയ്യാം. എന്തുണ്ടാകാതെ ഇരിക്കും? അഹങ്കാരം ഉണ്ടാകാതെയും ഇരിക്കും. അപ്പോൾ അഹങ്കാരരഹിതമായി അവസ്ഥയിലേക്ക് എത്തുക എന്നതിനാണ് യമ നിയമങ്ങൾ പാലിക്കേണ്ടത്. അവിടെയാണ് അഹിംസയും സത്യവും ബ്രഹ്മചര്യവും ആസ്തേയം അപരിഗ്രഹം ശൗചം സന്തോഷം പിന്നെ തപസ് സ്വാധ്യായം 10ാമത്തത് ഈശ്വര പ്രണിധാനം. ഈ തരത്തിലുള്ള ചിട്ടയിലൂടെ ഒരു സാധകൻ ജീവിതത്തിൽ അവൻ്റെ സാധക ജീവിതത്തിൻ്റെ ഗുണാത്മകമായ നിലയിലേക്ക് ചിട്ടകളെ ശീലിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് അവിടെ ബോധ്യപ്പെടുത്തുകയാണ്.